ദക്ഷിണേന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ കോൺഗ്രസ് ഭരണം ആടി ഉലയുകയാണ്. അത് കർണാടകയിലെ ഭരണമാണ്. കർണാടകയിൽ നമുക്കറിയാം DK ശിവകുമാറാണ് അവിടെ കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ചത്. അതിനുശേഷം ശിവകുമാറിന് ഇവിടെ മുഖ്യമന്ത്രിയാകണം എന്നുള്ള നിബന്ധന വച്ചപ്പോൾ സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കാനാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ DK ശിവകുമാർ കോൺഗ്രസ് വിട്ടേക്കുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. അത് കാരണം വേറൊന്നുമല്ല, മഹാശിവരാത്രി ദിവസം കോയമ്പത്തൂരിൽ ഈശ യോഗ സെന്റർ സംഘടിപ്പിച്ച, സദ്ഗുരു സംഘടിപ്പിച്ച മഹാശിവരാത്രി സമ്മേളനത്തിൽ ഇദ്ദേഹവും അമിത്ഷായും പങ്കെടുക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇദ്ദേഹം BJPയിലേക്ക് പോകാൻ പോകുന്നു എന്ന അഭ്യൂഹങ്ങൾ ശക്തമായത്. എന്നാൽ ഞാൻ ഹിന്ദുവാണെന്നും പോരാത്തതിന് അതിലുപരി ഞാനൊരു ആണെന്നുമാണ് ഇദ്ദേഹം തിരിച്ചടിച്ചത്. അതോടുകൂടി കോൺഗ്രസ് ആശ്വാസത്തിലായി. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു തിരിച്ചടിക്ക് ബദലായി അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത് ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രിയാകണം എനിക്ക് എന്നുള്ളതാണ്. ഇതോടുകൂടി ഇദ്ദേഹത്തിന്റെ ഉദ്ദേശത്തിൽ വീണ്ടും വലിയ ഒരു ചോദ്യം കോൺഗ്രസ് ഉയർത്തുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഇപ്പോൾ ഇങ്ങനെയുള്ള നീക്കം നടത്തിയത് എന്നാണ് കോൺഗ്രസിന്റെ അണികൾ തന്നെ ചോദിക്കുന്നത്. എന്തായാലും അടുത്ത ഡിസംബർ മുതൽ അടുത്ത 2.5 വർഷത്തേക്ക്, അതായത് 2.5 വർഷത്തേക്ക് ശിവകുമാർ മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിക്കുമെന്ന് കോൺഗ്രസ് MLA ബസവരാജു ബി ശിവഗംഗ ഞായറാഴ്ച അവകാശപ്പെട്ടു. അതേസമയം മുതിർന്ന കോൺഗ്രസ് നേതാവ് വീരപ്പ മൊയ്ലിയും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ സംസ്ഥാന മുഖ്യമന്ത്രിയാകുന്നത് തടയാൻ ആർക്കും കഴിയില്ല എന്നാണ് വീരപ്പ മൊയ്ലി പറയുന്നത്. കോൺഗ്രസ് നേതാക്കളുടെ ഈ പ്രസ്താവനകൾ കർണാടകയിൽ നേതൃമാറ്റത്തിനുള്ള അഭ്യൂഹങ്ങൾ കൂട്ടിയിട്ടുണ്ട്. അതേസമയം സിദ്ധരാമയ്യ ഇതിൽ അസ്വസ്ഥനാണ് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഡിസംബറോടെ ശിവകുമാർ മുഖ്യമന്ത്രിയാകുമെന്ന് എനിക്ക് രക്തം കൊണ്ട് എഴുതാൻ കഴിയുമെന്നാണ് പല ആൾക്കാരും പറയുന്നത്. ചന്നഗിരി MLA ബസവരാജു ബി ശിവഗംഗയാണ് പറയുന്നത്, എഴുതി വെച്ചോളൂ, ഡിസംബറോടെ അത് പൂർത്തിയാകും, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസംബറോടെ അദ്ദേഹം മുഖ്യമന്ത്രിയാകുമെന്ന് ഞാൻ രക്തത്തിൽ എഴുതാം. ഡിസംബറിൽ അദ്ദേഹം അധികാരമേറ്റാൽ 5 വർഷത്തെ കാലാവധി ഉൾപ്പെടുന്ന ഒരു ഭരണമായിരിക്കും അദ്ദേഹം നടത്തുക. അങ്ങനെ മൊത്തത്തിൽ അദ്ദേഹം 7.5 വർഷം മുഖ്യമന്ത്രിയായിരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിൽ ശിവകുമാർ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചു എന്നിങ്ങനെയുള്ള വാദങ്ങളാണ് ഇപ്പോൾ ശിവകുമാറിന്റെ കൂടെയുള്ള നേതാക്കന്മാർ ഉന്നയിക്കുന്നത്. ശിവകുമാറിന്റെ ആത്മസംയമനത്തെ അദ്ദേഹത്തിന്റെ ബലഹീനതയായി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്നും പറയുന്നുണ്ട്. കോൺഗ്രസ് MLA ബസവരാജു വി ശിവഗംഗയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ചരിത്രം സൃഷ്ടിച്ചു, അവർ പാർട്ടി സംഘടിപ്പിച്ചു, അവരുടെ വിഭവങ്ങൾ നിക്ഷേപിച്ചു, അതിനായി ധാരാളം ത്യാഗങ്ങൾ ചെയ്തു. അവരുടെ നിശബ്ദതയോ സംയമനമോ ബലഹീനതയായി മനസ്സിലാക്കരുത്. ഹൈക്കമാൻഡിന് എല്ലാം അറിയാം. ഡിസംബറോടെ അദ്ദേഹം മുഖ്യമന്ത്രിയാകുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. കർണാടകയിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ, പ്രത്യേകിച്ച് ഭരണകക്ഷിയായ കോൺഗ്രസിൽ ഈ വർഷം അവസാനത്തോടെ നേതൃമാറ്റം എന്തായാലും ഉണ്ടായേ പറ്റുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ശിവഗംഗ പറയുന്നത്. മറുവശത്ത് മുതിർന്ന കോൺഗ്രസ് നേതാവ് വീരപ്പ മൊയ്ലി പറയുന്നത് MLA ആയി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള ആദ്യ ടിക്കറ്റ് ശിവകുമാറിന് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കിയത് ഞാനാണ്. ഇന്ന് അദ്ദേഹം കർണാടകയിൽ ഒരു വിജയകരമായ നേതാവായി ഉയർന്നു വന്നിരിക്കുന്നു. അദ്ദേഹം എത്രയും വേഗം മുഖ്യമന്ത്രിയാകുമെന്ന് നമുക്ക് എല്ലാവർക്കും ആശംസിക്കാം. കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്നിട്ടും വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ പോലും അദ്ദേഹം ദേശീയ തലത്തിൽ പാർട്ടിക്ക് വേണ്ടി ശിവകുമാർ അക്ഷീണം പ്രവർത്തിക്കുകയും മറ്റ് സംസ്ഥാനങ്ങളിൽ പാർട്ടി അധികാരത്തിൽ എത്തിക്കാൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അവിടെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ സ്തുത്യാർഹമായിരുന്നു എന്നാണ് വീരപ്പ മൊയ്ലി പറയുന്നത്. എന്ത് തന്നെയായിരുന്നാലും ശിവകുമാർ ക്യാമ്പിൽ സിദ്ധരാമയ്യ ക്യാമ്പിൽ ഇത് വലിയ രീതിയിലുള്ള അസ്വസ്ഥത പടർത്തിയിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ വലിയൊരു സംഘർഷത്തിലേക്ക് ഇത് പോകുമോ ഇല്ലയോ എന്ന് കണ്ടു തന്നെ അറിയണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.